ചരിത്രം മൂടിവെച്ച സത്യങ്ങൾ, ശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമായ രഹസ്യങ്ങൾ, പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നിഗൂഢതകൾ, ലോകത്തിൻ്റെ ഏതോ കോണിൽ ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ആ ചോദ്യങ്ങൾ തേടി നമുക്കൊരു യാത്ര പോകാം. ദ മിസ്റ്ററി ഫയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമുദ്രനിരപ്പിൽ നിന്നും 16,500 അടി ഉയരത്തിൽ ആൾതാമസമില്ലാത്ത മഞ്ഞുപാളികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തടാകം. വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഈ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേനൽക്കാലത്ത് ഇവിടുത്തെ മഞ്ഞുരുകുമ്പോൾ തടാകത്തിൻ്റെ അടിത്തട്ടിലും കരയിലുമായി തെളിഞ്ഞു വരുന്നത് നൂറുകണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം 800-ലധികം മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ അസ്ഥികൂടങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യമെന്താണ്? പ്രകൃതിയുടെ ലീലാവിലാസമോ അതോ ഏതെങ്കിലും ഭീകരമായ ശാപമോ? ഇന്ന് മിസ്റ്ററി ഫയൽ പരിശോധിക്കുന്നത് ഉത്തരാഖണ്ഡിലെ നിഗൂഢമായ സ്കെൽട്ടൺ ലേക്ക് അഥവാ രൂപ്ഖണ്ഡ് തടാകത്തിൻ്റെ കഥയാണ്. 1942 ഒരു ശൈത്യകാലത്താണ് ഈ രഹസ്യം പുറംലോകം അറിയുന്നത്. നന്ദാദേവി ഗെയിം സാങ്ച്വറിയിലെ ഫോറസ്റ്റ് ഗാർഡായിരുന്ന HK മദ്ദോൾ ആണ് മഞ്ഞുരുകിയ തടാകത്തിൽ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നത് ആദ്യമായി കണ്ടത്. ആദ്യം കരുതിയത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ജപ്പാൻ പട്ടാളക്കാരുടെ മൃതദേഹങ്ങളാണിതെന്നാണ്. ബ്രിട്ടീഷ് സർക്കാർ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ വിദഗ്ധ പരിശോധനയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തുവന്നു. ആ അസ്ഥികൂടങ്ങൾ ജപ്പാൻ പട്ടാളക്കാരുടേതായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയായിരുന്നു. ആരെല്ലാമായിരുന്നു അവർ? ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം ഈ അസ്ഥികൂടങ്ങളെക്കുറിച്ച് പഠനം നടത്തി. DNA പരിശോധനകളിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇവർ ഒരൊറ്റ കാലഘട്ടത്തിൽ മരിച്ചവരല്ല. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവരും അതിനുശേഷം 1800കളിൽ മരിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ ചിലർ ഇറാൻ ഭാഗത്തു നിന്നുള്ളവരും മറ്റു ചിലർ തെക്കേ ഇന്ത്യയിൽ നിന്നുമുള്ളവരാണെന്ന് DNA സൂചിപ്പിക്കുന്നു. ഇതൊരു യുദ്ധമായിരുന്നില്ല, കാരണം അവിടെ നിന്ന് ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പകരം ചെരുപ്പുകൾ, മുളവടികൾ, ഗ്ലാസ് മുത്തുകൾ എന്നിവയാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ഇവർ തീർത്ഥാടകരായിരുന്നോ? ഹിമാലയത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടനമാണ് നന്ദാദേവി രാജാഡ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ യാത്രയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കാറുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു വിഭാഗം ആളുകൾ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി രൂപ്ഖണ്ഡ് വഴി പോയിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു തിയറി പറയുന്നത് ടിബറ്റ് കീഴടക്കാൻ പോയ ഏതെങ്കിലും മധ്യേഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം ഇവരെന്നാണ്. ഹിമാലയത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അവർ മഞ്ഞുവീഴ്ചയിലോ ആലിപ്പഴ വർഷത്തിലോ പെട്ടുപോയതാകാം. അവിടെ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളിൽ ഉയരം കൂടിയ പുരുഷന്മാരുള്ളത് ഈ വാദത്തിന് ബലം നൽകുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. 2019 നടന്ന ഒരു പഠനമനുസരിച്ച് ഈ തടാകത്തിലെ അസ്ഥികൂടങ്ങൾ ഒരേ നാട്ടുകാരുടേതല്ല. അതിലൊരു വിഭാഗം ആളുകൾ മെഡിറ്ററേനിയൻ കടൽ തീരത്തുള്ള ഗ്രീസിനോടും മധ്യേഷ്യയോടും സാമ്യമുള്ളവരാണ്. എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ വിദേശികൾ ഹിമാലയത്തിൻ്റെ ഈ കുടുക്കിൽപ്പെട്ടത്? അവർ വെറും സഞ്ചാരികളായിരുന്നോ അതോ രാജ്യം വിട്ടുവന്ന അഭയാർത്ഥികളായിരുന്നോ? ഈ ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരമില്ല. പ്രാദേശികമായ ഒരു നാടൻ പാട്ട് ഈ മരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കനോജിലെ രാജാവായ ജസ്ദവലും ഗർഭിണിയായ രാജ്ഞിയും സംഘവും നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം പോയത്രേ. അവരുടെ ആഡംബരപൂർണമായ യാത്രയിൽ കോപിഷ്ഠയായ ദേവി ഭീകരമായ ഒരു ആലിപ്പഴ വർഷം സൃഷ്ടിച്ചു എന്നും ഇവർ തടാകത്തിൽ വീണ് മരിച്ചു എന്നുമാണ് ഐതിഹ്യം. വിശ്വസിക്കാൻ പ്രയാസം തോന്നാം, പക്ഷേ ശാസ്ത്രജ്ഞരും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. പരിശോധിച്ച തലയോട്ടികളിലെല്ലാം മുകളിൽ നിന്ന് കഠിനമായ എന്തോ വന്ന് ഇടിച്ചതിൻ്റെ വിള്ളലുകളുണ്ടായിരുന്നു. ഏകദേശം ക്രിക്കറ്റ് പന്തിൻ്റെ വലിപ്പമുള്ള, അതായത് 9 ഇഞ്ച് വ്യാസമുള്ള ആലിപ്പഴങ്ങൾ ഈ മഞ്ഞുമലയിൽ വെച്ച് അവരുടെ മേൽ പതിച്ചിട്ടുണ്ടാകാം. തല ചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാത്ത ആ തടാകക്കരയിൽ വെച്ച് അവർക്ക് രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. ഇന്നും രൂപ്ഖണ്ഡ് തടാകം ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. പുതിയ പഠനങ്ങൾ പറയുന്നത് പല നൂറ്റാണ്ടുകളുടെ ഇടവേളകളിൽ അവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഒരേ സ്ഥലത്ത് വെച്ച് എങ്ങനെ പല കാലഘട്ടങ്ങളിൽ ആളുകൾ മരിച്ചു എന്നത് ഇന്നും നിഗൂഢമാണ്. പ്രകൃതിയുടെ ശക്തിക്ക് മുൻപിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഈ തടാകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും സാഹസികരായ സഞ്ചാരികൾ ഈ തടാകം സന്ദർശിക്കാറുണ്ട്. പക്ഷേ മഞ്ഞുരുകുമ്പോൾ തെളിയുന്ന ആ അസ്ഥികൂടങ്ങൾ ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു തലവേദനയാണ്.
ഒട്ടും എളുപ്പമല്ലാത്ത എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രധാന സ്വപ്നഭൂമിയാണ് ഇന്ന് രൂപ്കുണ്ട് ട്രെക്കിംഗ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 മീറ്റർ ഉയരത്തിലുള്ള ഈ തടാകത്തിലേക്ക് എത്താൻ വനങ്ങളും മനോഹരമായ പുൽമേടുകളും താണ്ടി ദിവസങ്ങളോളം മല കയറണം. അസ്ഥികൂടങ്ങളുടെ ആ നിഗൂഢത തന്നെയാണ് സഞ്ചാരികളെ ഇത്രയും കഠിനമായ പാതയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന മിസ്റ്ററി കൂടിയുണ്ട്. മുൻപൊക്കെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഓർമ്മയ്ക്കായി അവിടുത്തെ മനുഷ്യ എല്ലുകളും തലയോട്ടികളും കയ്യിലെടുക്കുകയോ ബാഗിലാക്കി കൊണ്ടുപോകുകയോ ചെയ്യുമായിരുന്നു. ഇതുകാരണം അവിടുത്തെ പല അസ്ഥികൂടങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ പരിസ്ഥിതിയും ഈ ചരിത്രവും സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരാഖണ്ഡ് സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലുകൾ തൊടാനോ മാറ്റാനോ പാടില്ല എന്ന കർശന നിയമത്തിലാണ് ഇന്ന് ടൂറിസം നടക്കുന്നത്. വർഷത്തിൽ എല്ലാ സമയത്തും ആളുകൾക്ക് ഇവിടെ പോകാൻ കഴിയില്ല. മിക്ക മാസങ്ങളിലും ഇത് കട്ടിയുള്ള മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ടൂറിസ്റ്റുകൾ പ്രധാനമായും ഇവിടെ എത്തുന്നത്. ഈ സമയത്ത് മഞ്ഞുരുകുമ്പോൾ മാത്രമാണ് തടാകത്തിൻ്റെ അടിത്തട്ടിലെ അസ്ഥികൂടങ്ങൾ ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുക. മനുഷ്യൻ്റെ മരണശേഷമുള്ള അവശിഷ്ടങ്ങൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഹിമാലയൻ മലനിരകളിൽ കയറിപ്പോകുന്ന ഈ വിചിത്രമായ രൂപ്കുണ്ട് തടാകത്തിലെ അസ്ഥികൂടങ്ങളുടെ രഹസ്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? ഇതൊരു പ്രകൃതി ദുരന്തമാണോ അതോ ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ വല്ല ശാപവുമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നിഗൂഢമായ ഫയലുകളുമായി ദ മിസ്റ്ററി ഫയൽസ് വീണ്ടും വരും. താങ്ക്